ഹലോ ഗായ്സ്, എൻ്റെ പിള്ളേരുടെ എയിം ഇൻ ലൈഫ് കണ്ടാലോ? ഇത് ക്യാൻഡി. ഓൾറെഡി പരിചയമുണ്ടല്ലോ അല്ലേ? രാവിലെ തന്നെ ഫുഡിന് വേണ്ടിയുള്ള തോണ്ടലാണ് കേട്ടോ ഇത്. നമ്മൾ കിടക്കുമ്പോൾ വന്ന് തോണ്ടി വിളിച്ചെണീപ്പിക്കും. വിശപ്പിന്റെ അസുഖം ഉള്ളതാന്ന് ഓൾറെഡി നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെ രാവിലെ അവളെയും പൊക്കിയെടുത്ത് സാവി ഉണ്ട് കേട്ടോ, കൂടെ വരുന്നുണ്ട്, കാണാത്തതാണ്. അങ്ങനെ രണ്ടുപേർക്ക് ഫുഡ് കൊടുത്തു. ഫുഡ് കഴിച്ചത് ഞങ്ങളുടെ മെയിൻ പരിപാടി റെസ്റ്റിംഗ് ആണ്. മഴ ആയതുകൊണ്ട് ഇവള് പുറത്തിറങ്ങത്തില്ല. പ്രത്യേകിച്ചൊന്നുമല്ല, കയ്യിലും കാലിലും അഴുക്ക് പറ്റും എന്നുള്ള ചിന്തയാണ് ആ ശട്ടിക്ക്. പുറത്തോട്ട് പോയിട്ട് അതേപോലെ തിരിച്ചോടി വരും. മഴയത്ത് അതുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെ അകത്തിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫുഡടി, റെസ്റ്റിംഗ്, പിന്നെയും ഫുഡടി, പിന്നെ കളിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ മെയിൻ പരിപാടി. വേറൊരാൾ അപ്പുറത്തോടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ദാണ്ടേ തുണിയും പിടിച്ചിരിപ്പുണ്ട് അവളുടെ ബെഡിൽ. അതിൽ ഒരെണ്ണം അവളുടേതും ഒരെണ്ണത്തിന്റെ അവകാശി ദാണ്ടേ ഈ കാണുന്ന ആളുമാണ്. അവള് വന്ന് എന്റെ തുണി താടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ചെറിയൊരു അടി കാണാം. മുഖം കാണുമ്പോൾ പാവം ലുക്കൊക്കെ ഉണ്ടെങ്കിലും ദാണ്ടെ ഈ തോണ്ടുന്നതാണ് വെറും പാവം. ഈ ബെഡിലിരിക്കുന്ന കുട്ടി പിശാച്ച് വെറും അഹങ്കാരിയാണ് കേട്ടോ. അവൾ രണ്ടുപേരെ തുണിയും കൂടെ കൈക്കലാക്കി വെച്ചേക്കുവാണ്. അപ്പൊ സായി വന്ന് പതുക്കെ എന്റെ തുണി തടി എന്ന് പറഞ്ഞ് എല്ലാം എടുത്തോണ്ടിരിക്കുവാണ്. അതുകൊണ്ട് കണ്ടോ, കൈയുടെ അടിയിലോട്ട് കയറ്റി വെച്ചേക്കുന്നുണ്ടോ? വലിയൊരു അടിയുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാനും. പക്ഷെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല കേട്ടോ. വളരെ സമാധാനപരമായി അവരിത് ഡീൽ ചെയ്തു. ഇവിടെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഡെയിലി പരിപാടി. എന്നും ഇവരുടെ അടിയും വഴക്കും കളിയും ഇതൊക്കെ തന്നെയാണ് ഇവിടെ. താണ്ടേ പതുക്കെ പോകുന്നതുകൊണ്ട് പതുക്കെ കൈവച്ച് പിന്നെയും പോയി തോണ്ടി എടുക്കാനുള്ള പരിപാടിയാണ്. ആ മുഖമൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടാൽ തോന്നും അവളുടെ എന്തോ സാധനമാണ് സാവി എടുത്ത് വെച്ചേക്കുന്നതെന്ന്. പക്ഷെ നേരെ തിരിച്ചാണ് ഇവിടെ നടക്കുന്നത്. ഫുഡായാലും എന്ത് സാധനമായാലും കൊച്ചാള് പോയി എടുത്ത്, പ്രത്യേകിച്ച് ഫുഡ് പെട്ടെന്നെടുത്ത് കൈക്കലാക്കി വെക്കലാണ് ഇവിടുത്തെ പരിപാടി. അങ്ങനെ സാവി തുണി വെച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ എപ്പോഴോ ഒളിപ്പിച്ച് വെച്ചൊരു ബിസ്ക്കറ്റ് അതിൽ നിന്ന് കിട്ടി കേട്ടോ. അതാണ് ഈ ചവയ്ക്കുന്നത്. അത് തീരെ സഹിച്ചിട്ടില്ല ഇവിടെ വേറൊരാൾക്ക്. നോക്കുന്നുണ്ടോ? എനിക്ക് മാത്രം കിട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള നോട്ടമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അവർ സോൾവായി കുറച്ച് കിടന്ന് ഉറങ്ങി. പിന്നെ ഉറക്കം എണീച്ചിട്ട് താണ്ടേ മൂത്രം ഒഴിക്കാൻ വേണ്ടി വന്ന് നിൽക്കുവാണ് കേട്ടോ. മഴയത്ത് ഒരു കാരണവശാലും അവൾ പോകത്തില്ല. സാവിമോള് പോയി കൂളായിട്ട് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് ഓടി വന്നു കേട്ടോ. പിന്നെ ഞാൻ കുടയൊക്കെ കൊണ്ട് കുട്ടിച്ചാത്തനെയും കൊണ്ട് മൂത്രമൊക്കെ ഒഴിപ്പിച്ചിട്ട് വന്നു. അങ്ങനെ അതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഡേ. അപ്പോൾ ഓക്കെ, ബൈ.